ഇത് അപ്പോളോ അല്ലേ? നമ്മൾ ഡോമിനർ 400 റിയർ ടയർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മുക്കത്തുള്ള തഹാനി ടയേഴ്സിൽ ഒന്നാണ്. ഇപ്പം നമ്മുടെ ബൈക്കിലുള്ളത് 180, 55, 17 സൈസിലുള്ള ടയറാണ്. അപ്പോൾ നമ്മൾ മാറ്റുന്നത് 150, 60, 6, 17 സ്റ്റോക്ക് ടയറിലേക്കാണ് മാറുന്നത്. ടയറിൻ്റെ കേസിൽ നമ്മൾ മെയിനായിട്ട് 3 ഓപ്ഷനാണ് വെച്ചിരുന്നത്. ഒന്നെങ്കിൽ മിഷ്ലിൻ, അല്ലെങ്കിൽ അപ്പോളോ, അല്ലെങ്കിൽ ഷിയറ്റ്. പിന്നെ ഇവിടെ ഇപ്പോൾ ഏതൊക്കെ ടയേഴ്സ് അവൈലബിൾ ആണെന്നും അതിൻ്റെ റേറ്റ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഗൈസ്, അപ്പോൾ നമുക്ക് നമ്മുടെ ബൈക്കിൽ ഇപ്പോൾ ഉള്ള ടയറിൻ്റെ അവസ്ഥ നോക്കാം. മിഷ്ലിൻ്റെ ടയറാണ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഉള്ള ടയറിൻ്റെ ഒരു അവസ്ഥ. ഈ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് ചെത്തിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വേഗം ടയർ മാറ്റുന്നത്. സോ റിയർ ടയർ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഏതൊക്കെ ടയേഴ്സ് അവൈലബിൾ ആണെന്നും റേറ്റ് എങ്ങനെയാണെന്നുള്ളത് ചോദിക്കാം. കേട്ടോ, ഡോമിനാറിൻ്റെ റിയർ ടയർ, ഡോമിനാറിൻ്റെ ബാക്ക് ടയർ. ആ, 150, 60, 6, 17 സൈസ്. ആ, ഇപ്പം അതിലുള്ള 180 അപ്പോൾ 150 മതി. ഇതെന്താ ഇങ്ങനെ പോയി പോകുന്നത്? ഒരു കാരണം എയർ ചെക്ക് ചെയ്യാണ്ട് ഓടിയിട്ടാ. എയർ ചെക്ക് ചെയ്യാതെ ഓടിയിട്ടുണ്ട്. എയർ മാസം കറക്റ്റ് ആക്കണം. നമ്മൾ തോന്നും എയർ ഉണ്ട് തോന്നിക്കഴിഞ്ഞാലും പ്രഷർ കുറവുണ്ടാവും. എപ്പോഴും ഒരു മാസം നിർത്തിയിരുമ്പോൾ എങ്ങനെയാലും ഒരു 5 പൗണ്ട് വണ്ടി കുറച്ചാൽ ഓടാതെ നിർത്തിയിട്ടിരുന്നു. ഞാനത് കുറച്ചുകൂടി ഓടിയപ്പോൾ ഒരു 1000 കിലോമീറ്റർ കൂടി കിട്ടുമായിരുന്നു ഇത് പോയില്ലെങ്കിലും. ഞാൻ ഇതിൻ്റെ ടയർ നല്ലോണം ശ്രദ്ധിച്ച് കൊണ്ടെടുക്കണം. മറ്റു പമ്പെന്ന് അർത്ഥം വരുന്നു. ഈ ടയർ നിങ്ങൾ വാങ്ങിയിട്ടായിരുന്നു? അല്ല, ഞാൻ വണ്ടി സെക്കൻഡ്സ് എടുക്കുമ്പോഴതാണ്. 185. 180. 9,500 ഉണ്ട് തരാം. 9,500 ഉണ്ട് അല്ലേ? ഇതിലിപ്പോൾ ചെക്ക് ചെയ്തിട്ട് ഇപ്പം അടുത്ത് ചെക്ക് ചെയ്തിരുന്നോ? ഇതിപ്പോൾ അടുത്ത് ചെക്ക് ചെയ്തു. അതുകൊണ്ട് അതിൻ്റെ മുന്നേ കണ്ടോ കാറ്റ് കുറഞ്ഞ് ഓടിയ അടയാളം തീരുമാനമുണ്ട്. ശരി, നോക്കാം. മിച്ചിനും വേണോ? അതോ 150? എങ്ങനെ റേറ്റ് എങ്ങനെയായിരുന്നു? അപ്പോളോ ഇല്ല. ആ, 150. ഓക്കെ. പിന്നെ കോണ്ടിനെന്റിലെ കവർ ചെയ്ത് കോണ്ടിനെന്റിലാണ്. ഫസ്റ്റ് അതില്ലേ 3 ടയർ. ആ, പിന്നെ അതിൻ്റെ സിയറ്റിൽ വരുമ്പോൾ ഈ ടയർ സിയറ്റൊന്ന് ഉപയോഗിച്ച് നോക്കി പ്രാവശ്യം. ഇത് അപ്പോളോ അല്ലേ? അപ്പോളോ ഏതാണ്? 150 അത് നമുക്ക് 140 എനിക്ക് തോന്നുന്നത്. ഉണ്ടല്ലോ അതിൻ്റെ 140 ആയിരിക്കുമ്പോൾ അത് 140. അപ്പോളോ ഒന്നും തീർന്നാലും 3 ടയർ ഒന്നിച്ച് വീണത്. അപ്പോളോ വില ഉണ്ട്. അപ്പോളോ 500 വില ഉണ്ടായിരുന്നു. അപ്പോളോ ഇതാ സിയറ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്കി പ്രാവശ്യം. സിയറ്റ് എങ്ങനെ റേറ്റ് വരുന്നത്? 4 രൂപ വരെ ഉള്ളൂ. അപ്പോളോ ആണെങ്കിലോ 3,900 വരുള്ളൂ. 3,900 അല്ലേ? എല്ലാം മിച്ചിലിൻ 20 വാങ്ങിക്കാം. 6,300 ചെയ്തിടാം. പുതിയ ടയറല്ലേ? 2021 ടയറാ അല്ലേ? ഇയറിൻ്റെ പ്രശ്നം. ഇയർ ഇപ്പോൾ 2 വർഷം പോയാൽ പുറകോട്ടുണ്ടാലും ഒരു പ്രശ്നമില്ല. കാരണം ഇത് മഴയും വെയിലും കൊള്ളാണ്ട് നിൽക്കുന്നതാണ്. ഇത് ഈ ഒരു പ്രശ്നം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടിമേൽ ഉപയോഗിച്ചിട്ട് ഇതിപ്പോൾ വണ്ടിമേലിട്ട് അത് പിന്നെ 1 മാസം ഓടിയായിട്ട് അയച്ചു വെച്ചിട്ട് അത് പുറത്ത് വെളിയിൽ വെക്കുകയാണെങ്കിലാണ് അതിന് മാറ്റം വരുന്നത്. യൂസ്ഡ് ടയർ എടുക്കും. യൂസ്ഡ് ആകുമ്പോൾ ഇതാകുമ്പോൾ ഒരു പ്രശ്നമില്ല. സിയറ്റൊന്ന് ഉപയോഗിച്ച് നോക്ക്. അത്യാവശ്യം ലൈഫ് കിട്ടുന്നുണ്ടെന്നാണ് എനിക്ക് ഉപയോഗിച്ചാൽ പറയുന്നത്. ഇപ്പോൾ റേറ്റ് കുറയുന്നതുകൊണ്ട് മോശമായി പോവോ? ഇല്ല. അതായത് ഞാൻ സിയറ്റ് ഉപയോഗിച്ചോ പറഞ്ഞതിൻ്റെ കാരണം എന്താ അറിയോ? ഇതിൻ്റെ ഈ പിന്നെ നമ്മുടെ നിലത്തോട് റോഡിന്മേൽ കൊള്ളുന്ന ഭാഗം ഉണ്ടല്ലോ, മറ്റുള്ള ടയറിനേക്കാൾ അധികം കൊള്ളുന്നത്. അതായത് ഇപ്പം നീ 180 ഉപയോഗിക്കുന്നില്ലേ, ഈ 180ൻ്റെ ഉപകാരം ഈ ടയറിനോട് കിട്ടും. മനസ്സിലായില്ലേ? മറ്റൊക്കെ നന്നായി ചെറിയൊരു പോയിൻ്റ് നിലത്ത് കൊള്ളുള്ളൂ. ഇത് കുറച്ച് ജാസ്തി ഭാഗം കൊള്ളും. അതുകൊണ്ടാണ്
കോണ്ടിനെന്റലും വില കുറവാണ്. കോണ്ടിനെൻ്റ് എത്ര റേറ്റ് വരുന്നുണ്ട്? 3.25. ഇത് ലാസ്റ്റ് 3,900. 3.900 അതിൽ കുറയില്ല. ഇല്ലല്ല, 4 അതിൻ്റെ വില. ഇത് നിങ്ങൾ ഇവിടെ തന്നെ ഫിറ്റ് ചെയ്ത് തരുമോ? മിഷ്ലിനാണ് എന്ത് റേറ്റ് വരും? 6,200 റേഞ്ച് ആയിട്ടാണ്. അത്ര റേറ്റ് വരുന്നുണ്ട്? ഈ 6 റുപ്യക്ക് ചെയ്തോ. അപ്പോൾ ചെയ്തെന്ന് കഴിഞ്ഞാൽ എനിക്ക് ബില്ല് റേറ്റ് മാത്രമേ കിട്ടുള്ളൂ, വേറെ ഒന്നും. അല്ല വേണ്ട, ഇത് മതി. അപ്പോൾ ഏതായാലും സിയറ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്കട്ടെ. ഇത് എടുത്തിട്ട് ഇതായി പോലല്ലോ അല്ലേ? അല്ലല്ല, എന്നാൽ വണ്ടി ഒന്ന് വച്ചെടുക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ സിയറ്റിൻ്റെ ടയറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ആയിക്കോട്ടെ. കഴിച്ചപ്പോൾ ഇതാണ് നമ്മൾ എടുത്ത ടയർ, സിയറ്റിൻ്റെ ടയറാണ്. അതിലിപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് മിഷ്ലിൻ ഏകദേശം ഒരു 6,000 റേഞ്ചിൽ റേറ്റ് വരുന്നുണ്ട്. ഇപ്പോൾ നേരെ താഴെ അപ്പോളോ 5,200 മുതൽ 5,500 വരെയാണ് പല സ്ഥലത്ത് റേറ്റ് പറഞ്ഞിട്ടുള്ളത്. ഷീറ്റിൻ്റെ കേസിൽ 4 മുതൽ 4,500 വരെയാണ് റേറ്റ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ഇവിടെ ലാസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുള്ളത് 3,900-നാണ്. ഈ പ്രാവശ്യം നമുക്ക് സിയറ്റ് യൂസ് ചെയ്തിട്ട് എന്താ അവസ്ഥ എന്നുള്ളത് നോക്കാം. ഇപ്പോൾ നമ്മൾ ഒരുപാട് ഷോപ്പിൽ അന്വേഷിച്ചിരുന്നു. ഇപ്പോൾ സിയറ്റിൻ്റെ കേസിൽ ഇപ്പോൾ ഏറ്റവും റേറ്റ് കുറവ് ഇവിടെയാണ് കണ്ടത്. അപ്പോൾ നിങ്ങൾ മിഷ്ലിനാണ് സെർച്ച് ചെയ്യുന്നതെങ്കിൽ മിഷ്ലിൻ്റെ കേസിൽ ഞാൻ അന്വേഷിച്ച സമയത്ത് ഏറ്റവും കുറവ് റേറ്റ് പറഞ്ഞിട്ടുള്ളത് മുക്കൺ ടയേഴ്സിലാണ്, കോഴിക്കോടുള്ള മുക്കൺ ടയേഴ്സിലാണ്. അപ്പോൾ അവിടെ 5,800-ആണ് ലാസ്റ്റ് റേറ്റ് മിഷ്ലിന് പറഞ്ഞത്. സിയറ്റിന് അവിടെ 4ൻ്റെ മുകളിലാണ് പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ 3,900-ന് കിട്ടി. അപ്പോളോ ഏകദേശം എല്ലാ സ്ഥലത്തും റേറ്റ് കണക്കാണ്. എന്നാലും ഇവിടെ 5,200 പറഞ്ഞിട്ടുള്ളൂ. മുക്കൺ ടയേഴ്സിൽ 5,500 പറഞ്ഞിരുന്നു. ഈ പ്രാവശ്യം നമുക്ക് സിയറ്റ് യൂസ് ചെയ്തിട്ട് എന്താ അവസ്ഥ നോക്കാം. നമ്മൾ ഫിക്സ് ചെയ്യാൻ വേണ്ടി ഇവിടെ സൈഡിലുള്ള ഷോപ്പിൽ നിന്ന് വന്നതാണ്. കുറച്ച് തിരക്കാണ് അവിടെ. ഗൈസ്, നമ്മുടെ ഡോമിനാറിൻ്റെ ടയർ ചേഞ്ച് ചെയ്യുന്ന കേസിൽ നമ്മൾ ഒരുപാട് ഷോപ്പിൽ അന്വേഷിച്ചു. അപ്പോൾ പല ഷോപ്പിലും ടയർ സ്റ്റോക്ക് ഉണ്ട്, പക്ഷേ അവിടെ നിന്നൊന്നും ചേഞ്ച് ചെയ്ത് തരാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. കാരണം നമ്മുടെ വണ്ടിക്ക് സെൻട്രൽ സ്റ്റാൻഡ് ഇല്ല എന്നുള്ളതിനാണ് മെയിൻ റീസൺ. അവരുടെ ഒന്നും കയ്യിൽ പെഡാൽ സ്റ്റാൻഡും ഇല്ല, അതുകൊണ്ട് ചേഞ്ച് ചെയ്ത് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ടയർ വാങ്ങിയ ഈ ഒരു തഹാനി ടയേഴ്സിൻ്റെ അടുത്ത് തന്നെ ഇവിടെ ഒരു ഷോപ്പുണ്ട്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ പെഡാൽ സ്റ്റാൻഡും അതേപോലെ തന്നെ ബാക്കി മെഷീനറീസ് എല്ലാം ഉള്ളതുകൊണ്ട് സീനൊന്നുമില്ല. അപ്പോൾ ഇവർ തന്നെ ചേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ഗൈസ്, അപ്പോൾ ടയർ വീലിൽ കംപ്ലീറ്റ് സെറ്റായി. ഇപ്പോൾ എയർ ഫില്ല് ചെയ്യാണ്. ഇപ്പോൾ നമ്മൾ നോർമൽ എയറാണ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് 2 വീലിലും നൈട്രജൻ ആക്കിയാൽ കൊള്ളാമെന്നുണ്ട്, പക്ഷേ ഇവിടെ ഇപ്പോൾ നൈട്രജൻ ഇല്ല, നോർമൽ എയർ മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ നമ്മൾ എയർ ഫില്ല് ചെയ്യാണ്. അപ്പോൾ അങ്ങനെ തന്നെ നമ്മൾ 2 വീലിലും എയർ ചേഞ്ച് ചെയ്ത് നൈട്രജൻ ആക്കാൻ പ്ലാനുണ്ട്. നമുക്ക് നമ്മുടെ ഇപ്പോൾ ചേഞ്ച് ചെയ്ത് മിഷ്ലിൻ്റെ ടയറിൻ്റെ അവസ്ഥ ഒന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ടയറ്. അതൊന്നുമില്ല. ഓൾഡ് ടയറിൻ്റെ കോലാണിത്. അങ്ങ് എൻ്റെ വരെ എത്തിയിട്ടത്. അവിടെയൊക്കെ കംപ്ലീറ്റ് ത്രെഡ് പുറത്ത് വന്നിരുന്നു.
സോ ഗൈസ് ടയർ ചേഞ്ച് ആക്കി. സൈസ് വളരെ കുറഞ്ഞു കേട്ടോ. നമ്മൾ ഓൾഡ് ടയർ 180/55/17 ഇപ്പോൾ 180/60/17 മാറി. അപ്പോൾ അതിൻ്റേതായ ചേഞ്ച് ഉണ്ട്. പുറകും നോക്കുമ്പോൾ നല്ല രീതിയിൽ അറിയാനുണ്ട്. പക്ഷേ കുഴപ്പമില്ല. സ്റ്റോക്ക് വീലിൽ ഇനി എത്ര ലൈഫും കാര്യങ്ങളും കിട്ടുമെന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഒരെണ്ണത്തിന് നമ്മുടെ ഡോമിനാർ 250 റിയർ ടയർ 140 സൈസിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ 140 സൈസ് ടയറിൻ്റെ പ്രൈസൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. 140 എങ്ങനെയാണ് റേറ്റ് വരുന്നത്? ഡോമിനാറിന് തന്നെ ഈ 3 എണ്ണത്തിന് എങ്ങനെയാണ് റേറ്റ് വരിക? സിയറ്റ് 2800 വരും. അപ്പോഴൊരു 2700 വരും. കുറവാണോ? പിന്നെ അതൊന്നും റേഡിയൽ അല്ല കേട്ടോ. റേഡിയൽ ആകുമ്പോൾ പിന്നെ അപ്പോഴൽ വരുമ്പോൾ 3250 രൂപ. അത് നല്ല ടയറുമാണ്. 3.4 രൂപ. ഓക്കെ. സിയറ്റോ? സിയറ്റ് 140 പിന്നെ റേഡിയൽ വരുമ്പോൾ 3100 രൂപ. 3 രൂപേൻ്റെ റേഞ്ച്.